ഹായ് ഫ്രണ്ട്സ്. നമ്മുടെ ഈ ഗ്രാമ്പു നിസ്സാരക്കാരനല്ല അല്ലേ? ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഗ്രാമ്പു കൊണ്ട് നമുക്കുണ്ട്. അപ്പൊ അതിൽ ചില ബെനിഫിറ്റ്സ് മാത്രം ഞാനൊന്ന് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പൊ കുറച്ച് ഗ്രാമ്പു എടുത്ത് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. അത് നന്നായി ഒന്ന് തിളയ്ക്കണം. അപ്പൊ ഞാനതൊന്ന് നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പൊ ഇത് നന്നായി തിളച്ച് ഇനി ഇത് വറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കതൊന്ന് എടുത്ത് വെക്കാം. അപ്പൊ അത് ഇതുപോലെയുള്ള ഫ്ലാസ്ക് ഒക്കെ നമ്മളെ വീട്ടിലുണ്ടാവും. അപ്പൊ ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു ബാഡ് സ്മെൽ ഉണ്ടാവും. അപ്പൊ ആ ബാഡ് സ്മെല്ല് പോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടത്. ഫസ്റ്റത്തത് ഷെയർ ചെയ്യുന്നത്. ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനുള്ളിൽ കറ വഴുവയ്പ്പൊക്കെ ഉണ്ടാകും. അപ്പൊ നമുക്കിത് കൈയിട്ട് കഴുകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് ഇതാവും കേട്ടോ, യൂസ്ഫുൾ ആവും. അപ്പൊ ഇത് അതുപോലെ തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഗ്രാമ്പു അടക്കം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പൊ ഇത് നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കട്ടോ. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിനുള്ളിൽ ആ വഴുവയ്പ്പും ആ ഒരു സ്മെല്ലൊക്കെ നന്നായി മാറി കിട്ടാൻ വേണ്ടിയാണ് കേട്ടത്. ഇതുപോലെ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പൊ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ കണ്ടോ, ഇതില് ഒരു കളറ് ഇതുപോലെ ഗ്രാമ്പു മാത്രമൊക്കെ ഇട്ടിട്ട് ഇതിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലൊക്കെ പോകാൻ കിട്ടുട്ടോ. ഇനി അതുപോലെ ഇനിയിപ്പോൾ വഴുവയ്പ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളമാക്കി ചുടുവെള്ളത്തിൽ ഇതാക്കി ഇതുപോലെ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഇവിടെ കുക്കറൊക്കെ ചെയ്ത് കൊടുക്കട്ടെ. കുക്കറിലൊക്കെ പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കറികളൊക്കെ വെച്ച് ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടിപ്പ് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ബാഡ് സ്മെൽ ഉണ്ടാകും. അപ്പൊ അത് മാറ്റാനുള്ള ഒരു ടിപ്പാണ്. അപ്പൊ അതിനായി ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുക്കുക. അത് കുട്ടികളൊക്കെ മിഠായിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പാത്രമാണ്. ഒന്നുകിൽ ഇതുപോലെ ഒരു പാത്രം എടുക്കുക, അല്ലെങ്കിൽ ചെറിയൊരു ബോട്ടിലായാലും മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാനിതാ കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഗ്രാമ്പു തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒരു 3 ഗ്രാമ്പു എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇത് മൂടി വെക്കുക. അല്ലെങ്കിൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിന്റെ കവർ എടുത്ത് കുറച്ച് ഓട്ടകൾ ഇട്ടിട്ട് ഒന്ന് അതിലേക്ക് സെല്ലോ ടേപ്പ് ഇത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ അത് അതുപോലെ ഒന്ന് മൂടിയിട്ട് കൊടുക്കുക. മൂടിയിട്ടതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് 3-4 ഓട്ട വെച്ച് ഇട്ട് കൊടുക്കുക. ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരാൻ വേണ്ടിയാണ്. എന്നിട്ട് ഫ്രിഡ്ജിന്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് മൂലയിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആ ബാഡ് സ്മെല്ലൊക്കെ ഇത് കളയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു ടിപ്പാണ്.